വർഷം 2022 സെപ്റ്റംബർ. 1500 വർഷത്തോളം പഴക്കമുള്ള ചോള രാജാക്കന്മാരുടെ കാലത്തെ ചന്ദ്രശേഖരാർ ഹൈന്ദവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ തിരുച്ചെന്തുര എന്ന ഗ്രാമം. അവിടെ വർഷങ്ങളായി കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു കർഷകനാണ് 70-കാരനായ രാജഗോപാൽ. അദ്ദേഹം തൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി എടുത്ത ലോൺ അടയ്ക്കാൻ പണമില്ലാതെ വന്നപ്പോൾ തൻ്റെ 1 ഏക്കർ 2 സെന്റ് സ്ഥലം രാജരാജേശ്വരി എന്നൊരാൾക്ക് വിൽക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അദ്ദേഹം തിരുച്ചിയിലെ ജോയിന്റ് 3 സബ് രജിസ്ട്രാർ ഓഫീസിലെത്തുന്നു. പക്ഷേ വളരെ നടുക്കുന്ന സംഭവമാണ് അവിടെ നടന്നത്. രജിസ്ട്രാർ രാജഗോപാലിനോട് പറയുന്നു, താങ്കൾക്ക് ഈ സ്ഥലം വിൽക്കാൻ കഴിയില്ല. ഈ സ്ഥലം തമിഴ്നാട് വഖഫ് ബോർഡിന്റെ ഉടമസ്ഥതയിൽ വരുന്ന സ്ഥലമാണെന്നും അദ്ദേഹത്തിന് ഈ സ്ഥലം വിൽക്കണമെങ്കിൽ വഖഫ് ബോർഡിന്റെ NOC അതായത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്നും. ഇവിടെ ഇതിന് നടുക്കുന്ന കാര്യം എന്തെന്നാൽ രാജഗോപാലിന്റെ സ്ഥലം മാത്രമല്ല, ആ ഗ്രാമം തന്നെ വഖഫ് ബോർഡിന്റെ കൈക്കലാണ്. അതായത് ഒറ്റ ദിവസം കൊണ്ട് ഒരു ഗ്രാമം തന്നെ അവിടെ 3 തലമുറകളോളമായി താമസിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നും തട്ടിയെടുക്കപ്പെട്ടിരിക്കുന്നു. 1992 താൻ വാങ്ങിയ ഭൂമി വിൽക്കാൻ എന്തിന് വഖഫ് ബോർഡിൽ നിന്ന് NOC വാങ്ങണമെന്ന് രാജഗോപാൽ ചോദിച്ചപ്പോൾ തിരുച്ചെന്തുരൈ വില്ലേജിലെ ഏത് ഭൂമിയും പട്ടയം നൽകാനുള്ള നടപടിക്രമം ഇതാണെന്ന് സബ് രജിസ്ട്രാർ അദ്ദേഹത്തോട് പറയുന്നു. ഗ്രാമം മുഴുവൻ തങ്ങളുടേതാണെന്നും വില്ലേജിൽ ഭൂമിക്ക് പട്ടയം രജിസ്റ്റർ ചെയ്യാൻ വരുന്നവർ അവരിൽ നിന്ന് NOC വാങ്ങണമെന്നുമുള്ള രേഖകൾ സഹിതം രജിസ്ട്രേഷൻ വകുപ്പിന് നൽകിയ 250 പേജുള്ള വഖഫ് ബോർഡിന്റെ കത്തിന്റെ പകർപ്പും രജിസ്ട്രാർ അദ്ദേഹത്തെ കാണിച്ചു. തമിഴ്നാട്ടിലെ 10,000 കണക്കിന് ഏക്കർ ഭൂമി തങ്ങളുടേതാണെന്ന് വഖഫ് ബോർഡ് കത്തിൽ പറയുന്നു. വഖഫ് സ്ഥാപനങ്ങളുടെ മേൽനോട്ടവും നടത്തിപ്പും വഖഫ് സ്വത്തുക്കളുടെ ഭരണവും നടത്തുന്ന വഖഫ് നിയമം 1954 പ്രകാരം സ്ഥാപിതമായ ഒരു നിയമാനുസൃത സ്ഥാപനമാണ് തമിഴ്നാട് വഖഫ് ബോർഡ്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾ തലമുറകളായി താമസിക്കുന്ന എല്ലാ നിയമ പ്രമാണങ്ങളും ആധാരങ്ങളുമുള്ള നികുതി അടച്ചിരുന്ന സ്ഥലം അതിന് നിങ്ങളുടെയല്ല, മറ്റൊരാളുടെയാണ്, അതായത് വഖഫ് ബോർഡിന്റെ. ഇതുപോലെ തന്നെ മധ്യപ്രദേശ്, കർണാടക, കേരളം തുടങ്ങിയ പല സ്ഥലങ്ങളിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ആളുകൾ സമരത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും ലഹളയിലേക്കും വഴിതിരിയുന്നു. കർഷകരുടെ കൃഷിഭൂമി വഖഫ് സ്വത്തായി കള്ളപ്രമാണം ഉണ്ടാക്കിയെന്ന് ആരോപിച്ച് വഖഫ് മന്ത്രി സമീർ അഹമ്മദിന്റെ നേരെ രാജി ആവശ്യപ്പെട്ടും ഭരണ സംവിധാനങ്ങൾക്ക് എതിരെയും BJP പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. 1954 വന്ന വഖഫ് ആക്ടിൽ ഭേദഗതി 1995 വന്നുവെങ്കിലും പിന്നീട് 2013 പിന്നെയും ഭേദഗതികൾ നടത്തി. UPA സർക്കാർ ഭരണകാലത്താണ് ചൂഷണങ്ങൾ ഉണ്ടായതെന്നും സർക്കാർ ഉദ്യോഗസ്ഥർ അതിന് കൂട്ടുനിന്നുവെന്നും വിമർശനങ്ങൾ ഉണ്ടായി. ഇപ്പോൾ പിന്നെയും ഭേദഗതി വരുത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ആ ഭേദഗതിയിലെ ചില കാര്യങ്ങൾ മതപരമായ ഭിന്നതയ്ക്ക് കാരണമായേക്കാം. BJP സർക്കാർ 2 മതങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കും, അതൊരു ലഹളയ്ക്ക് കാരണമായേക്കാമെന്നും ആരോപണങ്ങൾ ഉയരുന്നു. സത്യത്തിൽ എന്താണ് ഈ വഖഫ് ബോർഡ് ആൻഡ് വഖഫ് ബിൽ? ഒരു ജനാധിപത്യ രാജ്യത്തെ സർക്കാരിന് പോലും വഖഫ് ബോർഡിനെതിരെ നേരിട്ട് ഇടപെടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? എന്താണ് വഖഫ് ബോർഡിന്റെ ചരിത്രം? ഈ വീഡിയോ മതം, രാഷ്ട്രീയം തുടങ്ങിയ കാര്യങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് വേണം നിങ്ങൾ കാണാൻ. വീഡിയോയ്ക്ക് അവസാനം ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ ഈ വീഡിയോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചെയ്യുന്നത്. എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകളായിട്ട് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് വഖഫ് ബോർഡിന്റെ ഭൂമി കയ്യേറ്റത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെ ഗൂഢാലോചനയുടെയും കാലം പറഞ്ഞ കഥകളാണ്. അല്ലാഹുവിന്റെ പേരിൽ മതപരമോ ജീവകാരുണ്യമോ ആയ ആവശ്യങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ട സ്വത്താണ് വഖഫ്. ഈ വഖഫ് സ്വത്തുക്കളുടെ മേൽനോട്ടം, ക്രയവിക്രയം എന്നിവയ്ക്ക് വേണ്ടി സർക്കാരിന് കീഴിലുള്ള സ്വതന്ത്ര സ്ഥാപനമാണ് വഖഫ് ബോർഡ്. ഇസ്ലാമിക നിയമപ്രകാരം മതപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്കായി മാത്രം സമർപ്പിച്ചിരിക്കുന്ന സ്വത്തുക്കളെയാണ് വഖഫ് എന്ന് വിളിക്കുന്നത്. ഒരിക്കൽ വഖഫായി നിയോഗിക്കപ്പെട്ടാൽ ഉടമസ്ഥാവകാശം വഖഫാക്കുന്ന വ്യക്തിയിൽ നിന്ന് അല്ലാഹുവിലേക്ക് മാറ്റപ്പെടും. ഈ സ്വത്തുക്കൾ നിയന്ത്രിക്കുന്നത് വഖഫ് അല്ലെങ്കിൽ യോഗ്യതയുള്ള അധികാരി, അതായത് മുത്തവാലിയാണ്. റെയിൽവേക്കും പ്രതിരോധ വകുപ്പിനും പിന്നാലെ ഇന്ത്യയിലെ 3ാമത്തെ വലിയ ഭൂവുടമയാണ് വഖഫ് ബോർഡ്. ഇന്ത്യയിലുടനീളമുള്ള 9.4 ലക്ഷം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന 8.7 ലക്ഷം സ്വത്തുക്കളാണ് വഖഫ് ബോർഡുകളുടെ നിയന്ത്രണത്തിലുള്ളത്. ഇതിന്റെ മൂല്യം ഏകദേശം 1.2 ലക്ഷം കോടി രൂപയാണ്.
ഉത്തർപ്രദേശിലും ബീഹാറിലും 2 ഷിയ വഖഫ് ബോർഡുകൾ ഉൾപ്പെടെ 32 വഖഫ് ബോർഡുകളാണുള്ളത്. മാത്രമല്ല സംസ്ഥാന വഖഫ് ബോർഡുകളുടെ നിയന്ത്രണം 200ഓളം വ്യക്തികളുടെ കൈകളിലാണ്. ഇന്ത്യയിലെ വഖഫ് എന്ന ആശയം ഡൽഹി സുൽത്താനേറ്റിന്റെ കാലത്താണ് ആരംഭിച്ചത്. അന്നത്തെ സുൽത്താനായിരുന്ന മൂസുദ്ദീൻ സാം ഗൗർ തന്റെ ഗ്രാമങ്ങൾ മുൽത്താനിലെ ജുമാ മസ്ജിദിന് സമർപ്പിച്ചതുപോലുള്ള ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വർഷം 1913 ബ്രിട്ടീഷ് ഭരണകാലത്താണ് ദി മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് നിലവിൽ വന്നത്. തുടർന്ന് 1923 വഖഫുകളെ നിയന്ത്രിക്കാനുള്ള ദി മുസൽമാൻ വഖഫ് ആക്ട് 1923 എന്ന ആദ്യ നിയമം നിലവിൽ വന്നു. വർഷം 1954 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് വഖഫ് നിയമം പാസാക്കിയത്. 1947 ഇന്ത്യ വിഭജനം നടന്നപ്പോൾ അനവധി ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യ വിട്ട് ഇന്നത്തെ പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും കുടിയേറി. അങ്ങനെ ഇന്ത്യ വിട്ടുപോയ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മുസ്ലിം പള്ളികൾക്ക് തങ്ങളുടെ സ്ഥലം ദാനമായി, അതായത് വഖഫായി കൊടുത്തിരുന്നു. ആ സ്ഥലങ്ങളിലെ കെട്ടിടങ്ങൾ, ബിസിനസ്സുകൾ, ക്രയവിക്രയങ്ങൾ എല്ലാത്തിനുമുള്ള അനുമതി അന്നുണ്ടായിരുന്ന വഖഫ് ബോർഡുകൾക്കാണ് നൽകിയത്, അതായത് അന്നത്തെ മുസ്ലിം സംഘടനയ്ക്ക്. 1964 കേന്ദ്ര വഖഫ് കൗൺസിൽ ഉണ്ടാകുന്നു. ശേഷം ഈ കൗൺസിൽ 1995 എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും വഖഫ് ബോർഡുകൾ രൂപീകരിച്ചു. 1954 നിയമം ഭേദഗതി ചെയ്താണ് 1995 പുതിയ നിയമം പാസാക്കിയത്. 2013 വഖഫ് സ്വത്തിനെ പറ്റി തീരുമാനിക്കാൻ ബോർഡിന് അധികാരം നൽകുന്ന സെക്ഷൻ 40 ഈ നിയമത്തിൽ കൂട്ടിച്ചേർത്തു. വഖഫ് ബോർഡുകളുടെ പ്രവർത്തനവും ഓഖാഫിന്റെ ശരിയായ ഭരണവും സംബന്ധിച്ച കാര്യങ്ങളിൽ സർക്കാർ ഇടപെടുകയും 1954 വഖഫ് നിയമത്തിൽ നൽകിയിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം കേന്ദ്രത്തിന്റെ ഉപദേശക സമിതിയാണ് 1964 മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് സ്ഥാപിച്ചത്. പിന്നീട് ഈ നിയമം റദ്ദാക്കപ്പെട്ടു. തുടർന്ന് 1995 നിലവിലുള്ള വഖഫ് നിയമം പാസാക്കിയത്. 1995 വഖഫ് നിയമപ്രകാരമാണ് സംസ്ഥാനങ്ങളിൽ വഖഫ് ബോർഡ് നിലവിൽ വന്നതും. മുസ്ലിം പണ്ഡിതരും നിയമസഭാംഗങ്ങളുമാണ് ബോർഡിലെ അംഗങ്ങളിൽ ഉൾപ്പെടുന്നത്. അധികാരം വർദ്ധിക്കുന്നതിനൊപ്പം വഖഫ് വസ്തുക്കളുടെ കയ്യേറ്റവും അനധികൃത പാട്ടവും വിൽപ്പനയും സംബന്ധിച്ച പരാതികൾ വർദ്ധിച്ചു വന്നു. ഇതേ തുടർന്ന് 2013 നിയമം ഭേദഗതി ചെയ്തു. മുസ്ലിം ചാരിറ്റിയുടെ പേരിൽ സ്വത്തുക്കൾ അവകാശപ്പെടാൻ വഖഫ് ബോർഡുകൾക്ക് പരിധിയില്ലാത്ത അധികാരം നൽകി. ഭേദഗതിയിൽ വഖഫ് സ്വത്തുക്കൾ വിൽക്കുന്നത് അസാധ്യമാക്കി. അതായത് സംരക്ഷകനായ മുത്തവാലിക്കും വഖഫ് ബോർഡിനും വഖഫ് സ്വത്ത് വിൽക്കാൻ അവകാശമില്ല. എന്താണ് പുതിയതായി വന്ന ഭേദഗതി? 1995 വഖഫ് നിയമത്തെ കൺസോളിഡേറ്റ് വഖഫ് മാനേജ്മെന്റ്, എംപവർമെന്റ്, എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് 1995 എന്ന് പുനർനാമകരണം ചെയ്യണമെന്നതാണ് പുതിയ വഖഫ് ഭേദഗതി ബില്ലിലെ പ്രധാനപ്പെട്ട നിർദ്ദേശം. വഖഫ് സ്വത്തിനെ പറ്റി തീരുമാനിക്കാൻ ബോർഡിന് അധികാരമുള്ള സെക്ഷൻ 40 ഒഴിവാക്കണമെന്നും സമിതികളിൽ മുസ്ലിം സ്ത്രീകളുടെയും ഇതര മതസ്ഥരുടെയും പ്രാതിനിധ്യം, ബൊഹാറകൾക്കും അഖാഖാനികൾക്കുമായി പ്രത്യേക ഓഖാഫ് ബോർഡ്, ഷിയ, സുന്നി, ബൊഹറ, അഖാഖാനി തുടങ്ങിയ മുസ്ലിം വിഭാഗങ്ങളിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രാതിനിധ്യം തുടങ്ങിയവയും ബില്ലിലുണ്ട്. പുതിയ ബില്ല് അനുസരിച്ച് വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറഞ്ഞത് 5 വർഷമെങ്കിലും ഇസ്ലാം ആചരിക്കുന്ന ഒരാൾക്ക് മാത്രമേ വഖഫ് നൽകാൻ അവകാശമുള്ളൂ. സംസ്ഥാന വഖഫ് ബോർഡുകൾക്കൊപ്പം കേന്ദ്ര വഖഫ് കൗൺസിൽ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെ നിരവധി സുപ്രധാന പരിഷ്കാരങ്ങൾ ബിൽ നിർദ്ദേശിക്കുന്നു. എല്ലാ സംസ്ഥാന ബോർഡുകളിലേക്കും കേന്ദ്ര കൗൺസിലിലേക്കും 2 സ്ത്രീകളെ നിയമിക്കുന്നതിനുള്ള വ്യവസ്ഥകളോടെ ഈ ബോർഡുകളിലേക്ക് മുസ്ലിം സ്ത്രീകളിൽ നിന്നും അമുസ്ലിങ്ങളിൽ നിന്നുമുള്ള പ്രാതിനിധ്യം ഉണ്ടായിരിക്കും. ബില്ലിലെ കൂടുതൽ വിവാദപരമായ ഘടകങ്ങളിൽ ഒന്നാണ് ഒരു വസ്തുവിനെ വഖഫ് അല്ലെങ്കിൽ സർക്കാർ ഭൂമിയെ തരംതിരിച്ചിട്ടുണ്ടോ എന്ന് നിർണ്ണയിക്കുന്നതിനുള്ള പ്രാഥമിക അധികാരിയായി ജില്ലാ കളക്ടറെ നിയോഗിക്കുന്നതിനുള്ള നിർദ്ദേശമാണ്. ഇത് വഖഫ് ട്രിബ്യൂണലിൽ നിന്ന് അധികാരം മാറ്റുന്നു. കൂടാതെ ബോർഡുകളിൽ ഷിയകൾ, സുന്നികൾ, ബൊഹറകൾ, അഖാഖാനികൾ എന്നിവർക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് ബൊഹാറകൾക്കും അഖാഖാനികൾക്കും പ്രത്യേകമായി ഓഖാഫിന്റെ ഒരു പ്രത്യേക ബോർഡ് രൂപീകരിക്കണമെന്നും ബിൽ നിർദ്ദേശിക്കുന്നു. ഈ മാറ്റങ്ങൾക്കൊപ്പം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ നിയോഗിച്ച ഓഡിറ്റർമാരിലൂടെ വഖഫ് സ്വത്തുക്കളുടെ ഓഡിറ്റ് ആരംഭിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് നൽകാനും ബിൽ ലക്ഷ്യമിടുന്നു. നിർദ്ദിഷ്ട നിയമത്തിന്റെ മറ്റൊരു ശ്രദ്ധേയമായ വശം വാലിഡ് ആയിട്ടുള്ള വഖഫ്നാമയ്ക്കുള്ള ഉത്തരവാണ്. വഖഫായി ഒരു സ്വത്ത് സമർപ്പിക്കാനുള്ള ഒരാളുടെ ഉദ്ദേശം പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു ഔദ്യോഗിക രേഖയായി ഇതിനെ കണക്കാക്കണം. നിലവിലെ വാക്കാലുള്ള കരാറുകൾ അനുവദിക്കുന്ന നിയമത്തെയാണ് ഇത് എടുത്തു മാറ്റുന്നത്. ഒരു വശത്ത് വഖഫ് ബോർഡ് അനധികൃതമായി ഭൂമി കയ്യേറുന്നത് തടയുക എന്നതും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ വഖഫ് ബോർഡിനെ കൊണ്ടുവരിക എന്നത് മറ്റൊരു വശത്തും. 1995 നിയമത്തിന്റെ 40ാം വകുപ്പ് വഖഫ് ബോർഡുകൾക്ക് സ്വത്തുക്കൾ ഏകപക്ഷീയമായി വഖഫ് ആസ്തികളായി
പ്രഖ്യാപിക്കാനുള്ള അധികാരം നൽകുന്നു. അനധികൃത സ്വത്തുകൊള്ളകൾ സുഗമമാക്കുന്നതിന് പലരും ഈ നിയമത്തെ ഉപയോഗിക്കുന്നു എന്നും ആരോപണങ്ങളുണ്ടായി. അഴിമതിയുടെ പേരിൽ പലപ്പോഴും വിമർശിക്കപ്പെടുന്ന ബോർഡുകൾക്ക് ബാഹ്യ മേൽനോട്ടമില്ലാതെ സ്വത്തുക്കൾ വഖഫായി പ്രഖ്യാപിക്കാൻ ഈ വകുപ്പ് ഒരു കാരണമായി. ഈ ഏകപക്ഷീയമായ തീരുമാനങ്ങളിൽ പരാതികൾ ഉയർന്നതിനാൽ പുതിയ ബിൽ വഴി ഈ അധികാരത്തെ പരിമിതപ്പെടുത്താനും നിയന്ത്രണം ഏർപ്പെടുത്താനും സഹായിക്കും. ശക്തമായ ഇസ്ലാമിക നിയമ പാരമ്പര്യമുള്ള രാജ്യങ്ങൾ പോലും വഖഫ് ബോർഡുകൾക്ക് ഇത്തരം വ്യാപകമായ അധികാരങ്ങൾ നൽകുന്നത് ഒഴിവാക്കുന്നുവെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യ പോലുള്ള മുസ്ലിം ന്യൂനപക്ഷമുള്ള രാജ്യത്ത് ഈ നിയമം ഇപ്പോഴും പ്രാബല്യത്തിൽ ഉണ്ട് എന്നത് പോലും അതിശയകരമായ കാര്യമാണ്. വഖഫ് സ്വത്തുക്കൾ ബോർഡിന്റെ ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യുന്നത് തർക്കങ്ങൾക്കും പരാതികൾക്കും കാരണമായി. കയ്യേറ്റങ്ങൾ, കെടുകാര്യസ്ഥത, വിവാദമായ അവകാശവാദങ്ങൾ എന്നിവ വഖഫ് അധികാരികൾക്കെതിരെയുള്ള നിരന്തരമായ പരാതികളാണ്. നിലവിൽ 40,951 കേസുകൾ വഖഫ് ട്രിബ്യൂണലുകളിൽ തീർപ്പ് കൽപ്പിക്കാത്തവയാണ്. അവ ജുഡീഷ്യൽ മേൽനോട്ടമില്ലാതെ പ്രവർത്തിക്കുന്നു എന്നതും മറ്റൊരു വസ്തുതയാണ്. ബോർഡുകൾ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നതും ട്രിബ്യൂണലുകളിൽ തന്നെ വലിയ തർക്കത്തിന് കാരണമായിട്ടുണ്ട്. ഒരൊറ്റ വഖഫ് ബോർഡ് മാത്രമുള്ള ചില സംസ്ഥാനങ്ങളിൽ ബൊഹ്റകൾ, ഷിയകൾ, OBC മുസ്ലിങ്ങൾ എന്നിവരുൾപ്പെടെയുള്ള ന്യൂനപക്ഷ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യത്തിന്റെ ആവശ്യം വർദ്ധിച്ചു വരികയാണ്. കൂടാതെ വഖഫ് അൽ ഔലാദ്, അതായത് കുടുംബക്ഷേമത്തിനായി സമർപ്പിച്ചിരിക്കുന്ന എൻഡോമെന്റുകൾ വ്യവസ്ഥകളുടെ ദുരുപയോഗം, സ്ത്രീകൾക്കും അനാഥർക്കും അനന്തരാവകാശം നിഷേധിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2006 സെച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നില പരിശോധിച്ച് വഖഫ് ബോർഡുകളുടെ മേൽനോട്ടം വർദ്ധിപ്പിക്കാൻ ശുപാർശ ചെയ്യുകയും വഖഫ് മാനേജ്മെന്റ്, ഡിജിറ്റൽ റെക്കോർഡ് കീപ്പിംഗ്, ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ് എന്നിവയിൽ മാറ്റം കൊണ്ടുവരാനും ശുപാർശ ചെയ്യുന്നു. 2008 പാർലമെന്ററി റിപ്പോർട്ട് അനുസരിച്ച് ബോർഡുകളുടെ ഉത്തരവാദിത്തം മെച്ചപ്പെടുത്തുന്നതിനായി വഖഫ് ബോർഡ് ഘടന പുനർക്രമീകരിക്കുക, മുതിർന്ന ഉദ്യോഗസ്ഥരെ സിഇഒകളായി നിയമിക്കുക, അനധികൃത വഖഫ് സ്വത്ത് ഇടപാടുകളുടെ കേസുകളിൽ ഇടപെടാൻ ഹൈക്കോടതികളെ അനുവദിക്കുക എന്നിവ ഉൾപ്പെടെയുള്ള വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി വാദമുണ്ടായി. സെൻട്രൽ വഖഫ് കൗൺസിലിൽ ഷിയ സമുദായത്തിന് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്നതും നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു. വഖഫ് മാനേജ്മെന്റ് നവീകരിക്കുകയും സുതാര്യത മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് പുതിയ ഭേദഗതികളുടെ പ്രാഥമിക ലക്ഷ്യം. ട്രിബ്യൂണൽ തീരുമാനങ്ങൾക്ക് മേൽ ജുഡീഷ്യൽ മേൽനോട്ടം ഏർപ്പെടുത്തുന്നതിലൂടെ വഖഫ് ബോർഡുകളെ അലട്ടുന്ന ബ്യൂറോക്രാറ്റിക് കാര്യക്ഷമതയില്ലായ്മ പരിഹരിക്കാനും തർക്കങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി പരിഹരിക്കാനും സർക്കാർ ശ്രമിക്കുന്നു. സ്ത്രീകളുടെ പൈതൃകാവകാശങ്ങൾ സംരക്ഷിക്കുക, വഖഫ് ബോർഡുകളിലെ പ്രാതിനിധ്യം വിശാലമാക്കുക, റവന്യൂ വകുപ്പിന്റെ സഹകരണം സമുന്നയിപ്പിക്കുക എന്നിവയും ഈ പരിഷ്കാരങ്ങൾ ലക്ഷ്യമിടുന്നു. ഇന്ത്യയുടെ വൈവിധ്യമാർന്നതും വിഭജിക്കപ്പെട്ടതുമായ മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കുമ്പോഴും ഇസ്ലാമിക സ്വയം ഭരണാവകാശം തടയാനുള്ള സർക്കാർ ശ്രമമായി ഇതിനെ വീക്ഷിക്കുകയും മതപരമായ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നതായി ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ആരോപിച്ചു. ഈ മാറ്റങ്ങൾ വഖഫ് ബോർഡുകളുടെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുകയും മതപരമായ ചാരിറ്റികളുടെ മേലുള്ള മുസ്ലിം നിയന്ത്രണം കുറയ്ക്കുമെന്നും അവർ വാദിക്കുന്നു. പക്ഷെ ഇതിന് വിരുദ്ധമായി സൂഫി ആരാധനാലയങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഓൾ ഇന്ത്യ സൂഫി സജാദനാഷ്യൻ കൗൺസിൽ വഖഫ് ബോർഡുകളുടെ നിലവിലെ സ്വേച്ഛാധിപത്യ പ്രവർത്തനങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് പരിഷ്കാരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായാണ് ഭേദഗതികളെ BJP സർക്കാർ കാണുന്നതെന്നും AIMIM പാർട്ടി ആരോപിച്ചു. പരിഷ്കരണത്തിന്റെ മറവിൽ ഭരിക്കുന്ന സർക്കാർ മുസ്ലിം താൽപര്യങ്ങൾ തകർക്കുകയാണെന്നും അവർ പ്രതികരിച്ചു. ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ, അവയെ നിയന്ത്രിക്കുന്ന ദേവസ്വം ബോർഡിലോ ക്രിസ്ത്യാനികളുടെ പള്ളികളെ നിയന്ത്രിക്കുന്ന ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കൗൺസിലിലോ ഒരു അന്യമതസ്ഥനെ ബോർഡ് മെമ്പർ ആക്കുമോ? പക്ഷേ വഖഫ് ബോർഡ് മെമ്പറായിട്ട് അന്യമതക്കാരനെ വെക്കണം എന്ന് ആവശ്യപ്പെടുമ്പോഴും ബോർഡിന്റെ നിയന്ത്രണത്തിന് കലക്ടറെ വെക്കണം എന്ന് പറയുമ്പോഴും എല്ലാ മതപരമായ സംഘടനകൾക്കും ഇത് ബാധകമാവണം. മാത്രമല്ല, വഖഫ് ബോർഡ് അനധികൃതമായി ഭൂമി കയ്യേറാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുൻപോട്ട് വരുന്നത്. രാജഗോപാൽ എന്ന കർഷകൻ 1992 സ്ഥലം വാങ്ങിയപ്പോൾ ഇല്ലാതിരുന്ന ഭൂമി അവകാശം വർഷങ്ങൾക്കിപ്പുറം എങ്ങനെ ഉണ്ടായി എന്നതും ചോള രാജാക്കന്മാരുടെ കാലത്ത് പണി കഴിപ്പിച്ച ക്ഷേത്രം പോലും നിലകൊള്ളുന്ന ആ ഗ്രാമം എങ്ങനെ വഖഫ് ഭൂമിയായി എന്നതും ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. കാരണം എന്തൊക്കെയോ തിരിമറികൾ ഉറപ്പായി നടന്നിട്ടുണ്ടാവും. മതങ്ങളുടെ പേരും പറഞ്ഞ് ഭൂമി വീതം വയ്ക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് ഒരു പാട്ട് ഓർമ്മ വന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, ദൈവങ്ങളും മതങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.